ഗണേഷ് അധിപതി. വെൽക്കം ടു അവർ ചാനൽ സിബീസ് വ്ലോഗ്. ഇപ്പൊ രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ വാൽപ്പാറ എത്തിയിട്ട്. ഇപ്പൊ നമ്മൾ രാവിലെ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, നമ്മളെ കുടുംബക്കാരായ ശ്രീധരൻ വീട്ടില് പിള്ളേരെയൊക്കെ വിളിച്ചോണ്ടിരിക്കുന്ന ഗണേശം രാത്രി എന്റെ കൊച്ചിനെ വിളിച്ചോണ്ടിരിക്കുന്നു. കുടുംബസ്ഥനായ ശ്രീധരൻ ഉണ്ണി മത്സ്യകന്യകനെ പോലെ 6 മണിക്ക് പോകുന്നുണ്ട്, 9 മണിയായി. ഇതിനൊക്കെ ഒരു ഉത്തരവാദിത്വം ഇല്ല. ഈ പയ്യൻ മരണം നല്ല ഉറക്കം. ഹലോ, വണ്ടിയൊക്കെ എടുത്ത് നമ്മളടുത്ത് എന്താണ് സുഹൃത്തുക്കളെ അടുത്ത് പോണം. നല്ലൊരു ചായ വാങ്ങിച്ചു തരാമെന്ന് നമ്മുടെ കണ്ണൻ പറഞ്ഞിട്ടുണ്ട്. ഈ ടൂറിന്റെ മെയിൻ ഓപ്പറേറ്റർ ആയ കണ്ണൻ പറഞ്ഞിട്ടുണ്ട് ചായ വാങ്ങിച്ചു തരുന്നതായിരിക്കും. നല്ല ചായ. അപ്പൊ നമ്മൾ രാവിലെ എവിടെ എത്തിയിരിക്കണം ശ്രീധരൻ? ചായ കുടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. വാൽപ്പാറയുടെ ഹൃദയ കേന്ദ്രമായ 6ാമത്തെ വളവില് ഞങ്ങള് തേയിലത്തോട്ടത്തിന്റെ അവിടെ ചായ കുടിച്ചുകൊണ്ടിരിക്കാനുള്ള ശ്രമത്തിലാണ്. നമ്മളടുത്ത് ചായക്കടയിൽ നമ്മുടെ പയ്യന്മാരെല്ലാം കയറി പറയുകയാണ്. ഇപ്പം എല്ലാരും എൻജോയ് ചെയ്യണം വീഡിയോ. ഓക്കെ, കണ്ണന് അല്ല കണ്ണന് ശ്രീകുണ്ട് ചായ, ശ്രീതാന് ഗണേശൻ 3 ചായ. ഗണീഷേട്ടൻ ഞാൻ കണ്ണൻ കോഫി കണ്ടോ, കണ്ണു മൂക്കുള്ള എങ്ങനെയുണ്ടാവും? നമ്മളോടുള്ള ഇല്ലെന്ന് ഞാൻ പറഞ്ഞത്. ചായ നമ്മളോടുണ്ടല്ലോ. ഗണീഷ് കോഫി കുടിച്ചിട്ട് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ്. ഒരു ചായ കുടിക്കാൻ വേണ്ടി 450 കിലോമീറ്റർ താണ്ടി വന്ന നമ്മുടെ ശ്രീത്തേട്ടൻ. എങ്ങനെയുണ്ട് ശ്രീത്തേട്ടൻ? നല്ല ചായ. 5 രൂപയുടെ അപ്പൊ നമ്മൾ തലനാറ് പോകാൻ വേണ്ടി ഇന്നിരിക്കുന്നു. കാരണം എന്റെ ചെക്ക് പോസ്റ്റ് ഇവിടുന്ന് അപ്പൊ നമ്മൾ ഈ കാണുന്ന കാഴ്ച നമ്മൾ തലനാറ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മള് ഫ്രണ്ടിലോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. ചെറിയൊരു ഹൈ റേഞ്ച് ആണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ അകത്ത് മൃഗങ്ങളൊക്കെ കാണാൻ പറ്റും. ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രം. മുകളിലോട്ട് പോകുമ്പോ കോട കാണും. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. തലനാർ വ്യൂ പോയിന്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ ടീംസിന്റെ അടുത്ത് തന്നെ ചോദിക്കും എങ്ങനെയുണ്ട് ചേട്ടാ ഇവിടുത്തെ വ്യൂ കയറി വന്നത്? ഇവിടെ നല്ല വ്യൂ ആണ്. കുറച്ച് ഡേഞ്ചർ റോഡാണ്. സൈഡില് മറ്റേതൊന്നുമില്ല. ഇവിടെ 3 മീറ്റർ വീതിയേ ഉള്ളൂ. ശ്രീധരൻ എങ്ങനെയുണ്ട്? ശ്രീധരൻ എങ്ങനെയുണ്ട്? ഭയങ്കര ക്ലൈമറ്റ് ആയിരുന്നു. ഭയങ്കര ക്ലൈമറ്റ് ആണ്. എല്ലാവരും ഇവിടെ വരണം, മിസ് ചെയ്യരുത്. ഈ 2 മാസം കൂടെ ഇനി ഉള്ളൂ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇനി ഒന്നുമില്ല. എത്രയും വേഗം കണ്ടൂടാ താഴെ കിട്ടില്ല കോട. അതിന് അതുപോലെ തന്നെ നല്ല തണുപ്പ്. ഒരു രക്ഷയില്ല കേട്ടാ. കാണാൻ രക്ഷയില്ലേ? തൂക്കിയല്ലേ ഈ പ്രാവശ്യം വാൽപ്പാറ. സ്പോട്ടിൽ നിന്നും പോകാൻ പോവുകയാണ്. ഓക്കെ അല്ലേ? ഈ സ്പോട്ടിൽ പോവാം. ശ്രീധരൻ പറഞ്ഞാ പോവാം. എന്നാ ഈ സ്പോട്ടിൽ നമുക്ക് പോവാം. എന്താ പറയുക? ഫോട്ടോ എടുക്കാതെ ഫോട്ടോ എടുത്തിട്ടേ പോകുള്ളൂ. അവൻ എന്തെങ്കിലും ചെയ്തിട്ടില്ലേ? കാപ്പുടിക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ടീംസിലൊരു എത്ര പേരുണ്ട്? 3-4 വണ്ടി വരണ്ടല്ലേ? 4 വണ്ടി വരണ്ട്. 4 വണ്ടി വന്നതിന് ശേഷം നമ്മൾ കഴിക്കാൻ കഴിയും. നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് കഴിച്ചു കടയിൽ തന്നെ. നമ്മൾ ഇന്ന് വന്നു. നമ്മൾ ഇനി കഴിച്ചിട്ടാണ്.
സമയം വളരെ നേരത്തെ കഴിച്ചതിന് ശേഷം വീഡിയോ എടുക്കുന്നത് നിങ്ങളിപ്പോ കാണുന്നത് കാട്ടുപോത്തെന്ന് പറയും, പക്ഷെ അതല്ല, ഇത് കാട്ടി എന്നാണ് ഇങ്ങനെ പറയുന്നത്. നമ്മളിന്ന് വാൽപ്പറ വന്നപ്പോ കണ്ടേ, കണ്ടുപിടിച്ചിട്ട് പാടാണ്. അങ്ങാണ് നിക്കണത്, പക്ഷെ നമുക്ക് സൂം ചെയ്ത് വരുമ്പോ ഇത്രയും വരും. വാൽപ്പാറ വ്യൂ ഘാട്ടിയെ കണ്ടതിന് ശേഷം എല്ലാവരും കൂടെ നിന്ന് കൊള്ളാം. പക്ഷെ ഇപ്പൊ ഇത്തിരി ക്ലൈമറ്റ് മാറി, ചൂടില്ല, വെയിലുണ്ട്, കോടയുണ്ട്. കാഴ്ച നമ്മള് വാൽപ്പാറ വന്നപ്പോ കണ്ട കാഴ്ചയാണ്. ഫുള്ള് തേയില. ഈ സൈഡ് ഫുള്ള് തേയില ഇല പറിച്ചിട്ടില്ല അവർ. അപ്പർ സൈഡോട്ടെല്ലാം ഇല പറിച്ചിട്ടുണ്ട്. അതാണ് ആ ഒരു കളറിന്റെ വ്യത്യാസം. നിങ്ങൾക്ക് ഇപ്പുറ സൈഡ് കാണുമ്പോൾ അറിയാൻ പറ്റും. കണ്ട ഈ സൈഡ് കണ്ടോ, പച്ചപ്പുള്ള ഇല അവർ പറിച്ചിട്ടുണ്ട്. അതൊക്കെ തൊട്ട് അപ്പുറത്ത് താഴെ ഉള്ളത് ഒത്തിരി അത് ഇല പറിച്ചിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും ഇങ്ങനെയാണെങ്കിലും വ്യൂവും കാര്യങ്ങളൊക്കെ നെക്സ്റ്റാണ്. കൊള്ളാം. എന്താ പറയാ, മലപ്പുറം ഓക്കെയാണ്. ചിന്നക്കനാൽ ഡാമിലോട്ടാണ്. അപ്പൊ ഇവിടെ പാസ് ഉണ്ടെന്ന് എത്തിയിട്ടുണ്ട്. ഡാം എൻട്രൻസ് അടച്ചു. ഡാം കണ്ടു. ആ, ഡാം മരിച്ചു. ഡാമില്ല ചേട്ടൻ. നമ്മൾ നേരത്തെ കണ്ടതല്ല വാട്ടർഫോൾസ് എന്ന് പറഞ്ഞവര്, ഇനി കാണാൻ പോണാണ്. നല്ല ചോദിക്കും. നേരത്തെ ചെറുതല്ലേ, കാണിച്ചു തരാം. കുറച്ച് കാടേരിയാണ്. അതായത് നമ്മൾ ദിവസം പറഞ്ഞുണ്ടോ, പക്ഷെ നമ്മള് അങ്ങനെ നടന്നു വന്നു. ഇതിലാണ് നമ്മുടെ വാട്ടർഫോൾ ഉള്ളത്. ഇതാണ് ആ വെള്ളച്ചാട്ടം. ആൾക്കിടയ്ക്ക് കിടക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ മുകളില് ആ കായന്ന് പോയിട്ട് അവിടെ വെച്ച് ആന വരും. പിന്നെ ഇങ്ങോട്ട് അവിടെ നിന്ന് ഇവിടുന്ന് കാന വരുമെന്ന് നമ്മളാ വേറെ സ്വർണ്ണം പറയുന്നത്. ഇതാള് വരുവാണ്. നമ്മൾ റൂമിൽ എത്തിയിരിക്കുകയാണ് വാൽപ്പാറ. അപ്പൊ ഇനി ഇവിടെ നമ്മൾ ഇനി കുളിക്കാൻ പോകും. ഗണീഷോടെ ശ്രീതോടെ ക്ലൈമറ്റ് എങ്ങനെയുണ്ടായിരുന്നു രാവിലത്തെ? നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇനി കുളിക്കാൻ പോണം, കുളിക്കാൻ നേരത്ത്. അപ്പൊ നമുക്ക് ആരോമൽ കൊണ്ടുവന്നിട്ടുണ്ട്. കുറിച്ചോടെ സബർജന്റ് നമ്മളിനി കുളിക്കാൻ പോണ കഴിഞ്ഞു. എവിടെയാണ് നമ്മൾ അടുത്ത നമ്മളൊരു നല്ലൊരു ചെറിയ കോളം കണ്ടിട്ടുണ്ട്. ആറാണ്. കിള്ളിയാ, കരമനയാ, തമിഴ്നാട് കരമനയാ, തമിഴ്നാട്ടിലുള്ള ഒരു നല്ല സ്പോട്ടാണ്. നമ്മൾ അവിടെ പോയത് കുളിക്കുന്നു, കുളിച്ച് അറുമാദിക്കുന്നു, എന്നിട്ട് അവിടെ ഡൈം അടിക്കാനാണ് എന്റെ പ്ലാൻ. ഡൈം അടിച്ച കുളിച്ച് അറുമാദിക്കും ഗായ്സ്. ഇന്ന് തീ വരും പാറ. ഇനി പറയണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് കുളിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മള് ഇവിടെ നിന്നാണ് ജസ്റ്റ് ഒന്ന് കുളിക്കണത്. അപ്പം കുളിക്കുന്നതിന്റെ ബാക്കി വീഡിയോ കാണിച്ചു തരാം. അത് നമ്മുടെ കോസ്റ്റ്യൂമൊക്കെ മാറി ഇരിപ്പുണ്ട്. ഇടക്കില്ല പല്ലൊക്കെ ഇട്ട് പാകി പ്രായമേ ഉള്ളൂ.
നമ്മൾ അവിടുന്ന് കുളിയും പരിപാടിയൊക്കെ തുടങ്ങി. അപ്പൊ ഇനി കുളിച്ചിട്ട് കാണാം. ഓക്കെ, ബൈ ഗൈസ്. നമ്മളെല്ലാരും കുളി കഴിഞ്ഞു. ചായ കുടിക്കാൻ റൂമിലോട്ടൊക്കെ പോകണം. അതാണ് അടുത്ത പരിപാടി. ഞാൻ ബാക്ക് പരിപാടി കാണിച്ചു. ഓരോരുത്തരും ഡ്രസ്സൊക്കെ മാറി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു ജാക്കറ്റൊക്കെ എടുത്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു കുളിയൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? പുളിയൊന്നും പറയണ്ടേ, തണുത്ത് വിറയ്ക്കാനാണെങ്കിൽ മാത്രം ഇവിടെ വരിക. പിന്നെ കുളിക്കാനായിട്ട് വരണ്ട, തണുക്കാനായിട്ടാണെങ്കിൽ ഇവിടെ വന്നു. തണുത്തങ്ങ് ഇല്ലാണ്ട് ആരംഭിച്ചോട്ടെ. കുളി എങ്ങനെ ഉണ്ട്? കുളിയായിരുന്നു. ഇതുപോലത്തെ തണുപ്പ് 15 വർഷം മുമ്പ് ഞാൻ അഴുതയിൽ നിന്ന് കുളിച്ചതുപോലത്തെ എനിക്ക് ഫീലിംഗ് ആണ് കിട്ടിയത്. നല്ല വെള്ളം, നല്ല ശുദ്ധമായ വെള്ളം വേണമെങ്കിൽ കുടിക്കാം. അത് നിങ്ങളുടെ ക്വാളിറ്റി അനുസരിച്ച് കുടിക്കുക, എന്താ ചെയ്യുക. ഇതാണ് എന്റേത്. നമ്മൾ കാത്തിരുന്നിട്ടത് വെറുത്തായില്ലേ? ഇല്ല, സൂപ്പർ ഗൈസ്. അപകടം പിടിച്ച യാത്രയാണ്. ഈ സമയത്ത് ഈ റൂട്ടിൽ നമ്മൾ പോണ റൂട്ടിൽ കാട്ടുപോത്ത് ഇറങ്ങുമെന്ന് പറഞ്ഞു. സോറി, ബൈസൺ. അപ്പം ചിലപ്പോ ഇങ്ങനെ അപ്പുറത്തെ റോഡിലല്ല കാണാം, നമ്മൾ പോണില്ല. ഈ റോഡിൽ ചിലപ്പോ നേരെ ഓടി വരും. രണ്ടും കൽപ്പിച്ചാണ് മാമൻ പറഞ്ഞു, അങ്കിൾ. അപ്പൊ അതും നമ്മൾ പ്രതീക്ഷ കൊണ്ട് നമ്മൾ പോവുകയാണ്. ഓക്കെ ഗൈസ്, വീഡിയോ അടുത്ത് കണ്ടില്ലേ നിങ്ങൾ മനസ്സിലാക്കിയോ. ബൈസൺ വന്നു, നമ്മളെ തൂക്കി. നമ്മളിപ്പോ ഈ റോഡില്ല, ഇതിന്റെ നേർക്കാണ് ബൈസൺ വരണമെന്നാണ് ഇവിടുത്തെ അങ്കിൾ പറഞ്ഞത്. ഇവിടുത്തെ ആള് അപ്പോഴ് നമ്മള് അത് പോയി നോക്കാനല്ലേ എന്താണ് സംഭവിക്കുന്നത്. സംഭവിക്കില്ല, പോയി നോക്കാന്നല്ലേ. അപ്പൊ പോയിട്ട്